നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്നതായ ആ വാതിലുകൾ തുറക്കുവാനുള്ള നമ്പറുകളായി തന്നെ ഈ തൊടുകുറിയിലെ അക്കങ്ങളെ കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ ആ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പലപ്പോഴും സ്വപ്നത്തിലൂടെയും അല്ല പലവിധ ലക്ഷണങ്ങളായും സൂചനകളായും നമ്മുടെ മുൻപിൽ വരാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു സൂചനയായി തന്നെ ഈ അധ്യായത്തെ പരാമർശിക്കാം. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, ശുഭകാര്യങ്ങൾ അനുഭവവേദ്യമാകുവാനുള്ള സാധ്യതകളുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ തട്ടിക്കളയാതെ അത് നിങ്ങളെ കൈപ്പിടിയിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കുവാൻ, നിലനിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതായ 2 വിശേഷപ്പെട്ട നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നാവുന്ന ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. എല്ലാം ശുഭമായി ഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന നമ്പറോ, നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ഒരു നമ്പറോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏത് ദേവതയെയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് ആ ദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് മുൻപിൽ നിങ്ങൾ വച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ് എങ്കിലും, നിങ്ങളുടെ മനസ്സിൽ നടക്കണം എന്ന ആഗ്രഹമാണ് എങ്കിലും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഈ ശുഭഫലങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പോസിറ്റീവായ ഊർജം കടന്നു വരുന്ന ഈ സമയം ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് തന്നെ ഗുണകരമായി തീരും. പലർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് കമന്റായി കണ്ടു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് അവരുടെ ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ പുറമേ കാണുന്നത് പോലെയല്ല, അല്ലെങ്കിൽ പുറമേ നിങ്ങൾ പ്രകടമാക്കുന്ന നിങ്ങളുടെ സ്വഭാവമല്ല പലപ്പോഴും നിങ്ങൾക്കുള്ളത് എന്നതാണ് വാസ്തവം. വളരെയധികം ശക്തമായ വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തിയായി തന്നെ തൊടുകുറി ഗണിതപ്രകാരം കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നതുല്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും വളരെയധികം ആഗ്രഹിക്കുകയും എന്നാൽ ആഗ്രഹിച്ചിട്ടും ആ കാര്യങ്ങൾ പലപ്പോഴും ലഭിക്കാത്തതായ അവസ്ഥ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ സംഭവിക്കും എന്നൊരു തോന്നൽ, പ്രതീതി ഉണ്ടാകും. അല്ലെങ്കിൽ അത് വിജയമാകാം, ചില കാര്യങ്ങളാകാം. അതിനടുത്തെത്തി എന്ന് തോന്നുന്നതായ അവസരത്തിൽ തടസ്സങ്ങൾ വന്ന് അത് അകന്നു പോകുന്ന സാഹചര്യങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും
സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോരായ്മയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രമേൽ തളരാത്ത വ്യക്തികളാണ്. വീണ്ടും പരിശ്രമിക്കണം എന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ വീണ്ടും പരിശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നവരാണ്. ശക്തിയും ധൈര്യവും ജീവിതത്തിൽ ഉള്ളവരായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾക്കും മറ്റു വ്യക്തികൾക്കും പലപ്പോഴും നിങ്ങളുടെ ഈ സ്വഭാവം അത്ഭുതമായി തോന്നിയിട്ടുണ്ടാകാം എന്നതാണ് വാസ്തവം. എന്നാൽ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ്. മറ്റുള്ളവർക്ക് സ്നേഹം നൽകുവാൻ സാധിക്കുന്ന വ്യക്തികളാണ്. ഉള്ളു തുറന്ന് സ്നേഹിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അവർക്കൊപ്പം നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കുന്നതാണ്. അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. ഈ വ്യക്തികൾക്ക് നിങ്ങൾ പല രീതിയിലും പിന്തുണ നൽകുവാൻ സാധിക്കുന്ന വ്യക്തികളാണ്. ഇവർ നിങ്ങൾക്ക് നൽകുന്നതായ സ്നേഹം അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങൾ നൽകുന്നതായ സ്നേഹം വളരെ അമൂല്യമാണ് എന്ന് തന്നെ പറയാം. നിങ്ങളെ വിശ്വസിച്ച് ഒരു വ്യക്തി കൂടെ നിൽക്കുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഏത് തരത്തിലും നിങ്ങൾ ഒപ്പം നിൽക്കുന്നവരാണ് എന്ന് പറയാം. അവരുടെ മനസ്സിന് വിഷമം തട്ടാതെ ശ്രദ്ധിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ പല സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും നിങ്ങളെ അവിശ്വസിക്കാറില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. നിങ്ങൾക്കൊപ്പം നിന്നാൽ പ്രയോജനമുണ്ട് എന്ന് കരുതുന്ന പലരുമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും കൃത്യമായ ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ വളരെ മികച്ചതായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഒപ്പം വ്യക്തികളുണ്ട് എങ്കിലും കൂടെ പലരെയും കൂട്ടും എങ്കിലും ഒറ്റയ്ക്കിരിക്കുവാൻ പലപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇപ്രകാരം ഒറ്റയ്ക്കിരിക്കുന്നത് പല രീതിയിലും പ്രയോജനങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ഭാവിയിൽ അത് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഇനി വരും ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില സൂചനകൾ, ചില ലക്ഷണങ്ങൾ പ്രകടമാകും എന്നുള്ളതാണ്. അതിനുള്ള ചില സൂചനകൾ നിങ്ങളിലേക്ക് പ്രകടമാകുന്നത് സ്വപ്നത്തിലൂടെ പോലുമാകാം. ഈ സമയം നിങ്ങൾക്ക് കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു പുതിയ സുഹൃത്ത് നിങ്ങളിലേക്ക് കടന്നു വരാം, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ സുഹൃത്തായി മാറുകയും ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി കടന്നു വരുമ്പോൾ നിങ്ങൾ അത് അവഗണിക്കാൻ പാടില്ല എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവ് സംഭവിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്ഷേത്രം നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ ആ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി അവിടെ ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു സ്വപ്നം കാണുവാൻ സാധിക്കുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, അതായത് അത്തരം ചില യാത്രകൾ കടന്നു വരാൻ പോകുന്നു, അത് നിങ്ങൾക്ക് ഗുണകരമായി തീരാം എന്ന സൂചന തന്നെയാണ്. നിങ്ങളിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ ലഭിക്കുവാൻ സഹായകരമാകുന്ന ചില ആശയങ്ങളും കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കാണുന്നു.
നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കടന്നു വരാനായി പോകുന്നത് എന്നതാണ് വാസ്തവം. തൊടുകുറി ഗണിതപ്രകാരം ഈ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോട് അടിവരയിട്ട് പറയുന്നത് എന്നതും വാസ്തവമാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ സംഭവിക്കുന്നതായ ചില സൂചനകൾ, ലക്ഷണങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി, അപ്രതീക്ഷിതമായ ഒരു ഗുണാനുഭവമായി മാറുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ തീരുമാനങ്ങൾ അത് കൃത്യതയോടെ കൈക്കൊള്ളേണ്ടതാണ്. ചിലർ മൂലം തീരുമാനങ്ങൾ മാറ്റുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ മുൻപെടുത്ത ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ തീരുമാനം ആ സമയം നിങ്ങൾ അവരുടെ ഇഷ്ടത്തിന് എടുത്തത് ഗുണമായിട്ടുണ്ടോ ദോഷമായിട്ടുണ്ടോ എന്ന് നോക്കി തന്നെ ഭാവിയിലും ആ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ തീർച്ചയായും ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹവും നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഈ സമയം ഈ കാര്യങ്ങൾ പ്രധാനമായും നിങ്ങളിലേക്ക് വന്നു ചേരാം. പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നേറേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ നമ്പറുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ തൊടുകുറി ഗണിതപ്രകാരം കാണുവാൻ സാധിക്കുന്നത്, നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും ഉൾവലിയുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ ഒരു തൊട്ടാവാടി സ്വഭാവം ഉള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ടെൻഷൻ ഉണ്ടാകുന്ന അത്തരം വ്യക്തികളായി തന്നെ പരാമർശിക്കാം. എന്നാൽ ഈശ്വരാധീനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈശ്വരാധീനമുള്ള വ്യക്തികളാണ് എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലും ചിന്തകൾ കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ള വ്യക്തികളാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. അത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ചെറിയ കാര്യങ്ങളിലാണ് എങ്കിൽ പോലും അതിൽ സന്തോഷം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. വളരെയധികം ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും നൽകുവാൻ സാധിക്കുന്ന വ്യക്തികളാണ്. മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും എന്നത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ദുഃഖങ്ങളുണ്ട് എങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രയാസങ്ങൾക്ക് നടുവിലാണ് എങ്കിൽ പോലും അത് പുറമെ കാണിക്കേണ്ടതായിട്ടില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. വേണ്ടപ്പെട്ടവർക്കും അത് ബന്ധുക്കളാണ് എങ്കിലും, നിങ്ങളുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ മറ്റു വ്യക്തികൾക്കാണ് എങ്കിലും ആത്മാർത്ഥമായി സ്നേഹം നൽകുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്നത് പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ്. അതിനാൽ തന്നെ ആശങ്ക കൂടാതെ തന്നെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. പലപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതായ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവച്ചിട്ടുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. അത്തരം അനവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾ മനസ്സിലാകാതെ പോകുന്നതോ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമോ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതായ പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഭാവിയിലാണ് എങ്കിലും ചില കാര്യങ്ങൾ അനർഹരായ വ്യക്തികൾ നേടിയെടുക്കുന്ന, തട്ടിയെടുക്കുന്ന സാഹചര്യമോ അതിനുള്ള വഴികൾ അവർ ഒരുക്കുന്നതായ സാഹചര്യമോ ഉണ്ട്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവവേദ്യമാകുവാൻ സാധ്യത ഉള്ളതിനാൽ
അർഹതപ്പെട്ടത് എന്താണോ അതിനുവേണ്ടി നിങ്ങൾ നിലകൊള്ളേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനായി നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായ സൂചനകൾ നോക്കുകയാണ് എങ്കിൽ ചില കാര്യങ്ങളിൽ സഹായം അഭ്യർത്ഥിച്ച് ചില വ്യക്തികൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. അത് സ്വത്ത് സംബന്ധമായോ അല്ലെങ്കിൽ വസ്തു സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. ഈ സമയം നിങ്ങൾ ഇത്തരം വ്യക്തികളെ കൂടുതൽ മനസ്സിലാക്കിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് അബദ്ധമായി ഭവിക്കും എന്നതാണ് വാസ്തവം. ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വരും കാലം ദോഷകരമായി ഭവിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതായ ചില കാര്യങ്ങൾ നൽകാം എന്നൊരു സാഹചര്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത്തരത്തിൽ നിങ്ങൾക്ക് സൗജന്യമായാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ വലിയ ചില കാര്യങ്ങൾ നൽകാം എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായതിനാൽ തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഇത്തരം അപകടകരമായ പല കാര്യങ്ങളും അതിൽ നിന്നും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പലവിധ അനുകൂല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്ന സാഹചര്യം ഭാവിയിൽ വന്നു ചേരാം. പല കാര്യങ്ങളിലും തിടുക്കം അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. തിടുക്കത്തോടെ പലപ്പോഴും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവരാകാം. എന്നാൽ അത് ഇനി പാടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ നിങ്ങളെ കേൾക്കാനോ നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുവാനോ ആരുമില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുള്ളതായി കാണുവാനായി സാധിക്കുന്നു. അത്തരം ഒരു ഉത്കണ്ഠ നിങ്ങളിൽ ഉള്ളതായി കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ഇഷ്ടങ്ങൾ പലതും മാറ്റിവെക്കുകയും എന്നാൽ മറ്റുള്ളവരിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും പഴികൾ മാത്രം കേൾക്കുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. എന്നാൽ ആ ഭാരങ്ങളെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുൻപിൽ അഴിച്ചു വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ഈ സമയം എന്താണോ നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾ അതിന് ഒരു അനുകൂല കാര്യം അല്ലെങ്കിൽ ഭഗവാൻ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെ നിങ്ങളിലേക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. അതിനാൽ ഈ സമയം നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ ശക്തമാകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്കിലേക്ക് അതൊരു ഭൗതികമായ സഹായമാകാം, ധനപരമായ സഹായമാകാം, അല്ലെങ്കിൽ ഒരു ഉപദേശം, അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്നതായ അവസരത്തിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പ്രയാസപ്പെട്ട് നിൽക്കുന്നതായ അവസരത്തിൽ ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ പണം അത് ലഭിക്കുവാനുള്ള അവസരമോ ആരെങ്കിലും അപ്രതീക്ഷിത സഹായമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമോ ഉണ്ടായി എന്ന് വരാം. ഈ സമയം പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാനോ തെറ്റ് മനസ്സിലാക്കി തിരുത്തുവാനോ സാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ അനുകൂലമാവുകയാണ്. അതിനാൽ ഈ സമയം ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കുക.